ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗ വിനീതിന്റെ കടയിലെ തന്റെ ഫോട്ടോ എങ്ങനെയെങ്കിലും കളയണമെന്ന് പറയിക്കാനായിട്ട് കാവേരിനെ കടയിലേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അപ്പം അതേസമയം വിനീത് കടയിൽ തയ്ച്ചുകൊണ്ടിരിക്കുക, നല്ല തിരക്കുള്ള സമയമാണ്. അപ്പൊ സലിമിക്കയോട് പറയും, സലിമിക്ക ഇന്നലെ രാവിലെ വന്ന കൊച്ചില്ലേ, അതിന്റെ ആ ചുരിദാറിന്റെ ഷേപ്പ് ഒന്ന് ചെയ്ത് വെച്ച് ഇന്ന് വൈകിട്ട് അത് വരുമെന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാം. ഓ, നീ അത് ചെയ്തില്ലായിരുന്നോ? ഇല്ല, എല്ലാം ഞാൻ തന്നെ ചെയ്യാൻ പറ്റുമോ? അതൊന്ന് ചെയ്യ് സലിമിക്ക എന്ന് പറയും. ആ ശരിയിടാ, എന്നാ നീ അതങ്ങ് എടുത്തതാ, ഞാനിവിടെ എഴുന്നേറ്റ് പോയി എടുക്കണ്ടേ? ഞാൻ എടുത്തൊക്കെ തരാം. എന്തേ സലിമിക്ക, ചില സമയത്ത് നിങ്ങളുടെ പെരുമാറ്റം കണ്ടാലേ ഞാൻ നിങ്ങളുടെ തൊഴിലാളി, നിങ്ങൾ എൻ്റെ മുതലാളിയാണെന്ന് തോന്നും. ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ലല്ലേ എന്ന് ചോദിക്കേ. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാവേരി അകത്തേക്ക് വരുന്നത്. ആരിത്, കാവേരിയോ? ഈ വഴിക്കൊക്കെ കണ്ടിട്ട് കുറേ ആയല്ലോ എന്ന് സലിമിക്ക ചോദിക്കും. അത് പിന്നെ വിനീതേട്ടന് സുഖമല്ലേ എന്ന് ചോദിക്കും. അപ്പൊ സലിമിക്ക പറയും, അവനൊക്കെ എന്ത് സുഖം, ഗംഗ അവനെ തേച്ചതിന് ശേഷം അവനാകെ നിരാശകാമുകനായിട്ട് നടക്കുമല്ലായിരുന്നോ എന്ന് പറയാം. ദേ സലിമിക്ക, ഒന്നും മിണ്ടാതിരിക്കേ. അങ്ങനെയൊന്നും ഇല്ല കാവേരി, സങ്കടമുണ്ട്, പക്ഷേ അതൊക്കെ ഞാൻ മറികടക്കും എന്ന് വിനീത് പറയേ. എനിക്കറിയാം വിനീതേട്ടൻ്റെ മനസ്സെന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ ഗംഗേച്ചിയുടെ മനസ്സ് വേറൊന്നാ. അപ്പം പിന്നെ ഞങ്ങൾക്ക് അവിടെ നിർബന്ധിക്കുന്നതിന് പരിധികളില്ലേ എന്ന് ചോദിക്കുക. ഏയ്, അതിനെപ്പറ്റി ഒന്നും കാവേരി ഇപ്പം സംസാരിക്കണ്ട, ഞാനതൊക്കെ വിട്ടു. പിന്നെ നിശ്ചയത്തിൻ്റെ കാര്യങ്ങളൊക്കെ എത്ര വരെയായി? കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നില്ലേ? അമ്മാവന് സുഖമല്ലേ എന്നൊക്കെ വിനീത് ചോദിക്കും. അച്ഛന് സങ്കടമുണ്ട്. അപ്പച്ചിയും വിനീതേട്ടനും ഒക്കെ ഇങ്ങനെ അകന്നു നിൽക്കുന്നത് ഒരുപാട് സങ്കടം തന്നെയാ, പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ സന്തോഷം അഭിനയിച്ച് നടക്കുന്നത് അച്ഛൻ. എനിക്ക് ആ മനസ്സ് കാണാൻ കഴിയുന്നുണ്ട് എന്ന് കാവേരി പറയൂട്ടോ. അപ്പോൾ അവളവിടെ തയ്ച്ചിട്ടിരിക്കുന്ന ഒരു ചുരിദാറൊക്കെ ഇങ്ങനെ നോക്കി നടക്കുവാണേ. അപ്പോൾ സലിമിക്ക പറയും, വേണമെങ്കിൽ മോളതെടുത്തോ, ഇതെല്ലാം ഗംഗയ്ക്ക് വേണ്ടി അവൻ തയ്ച്ചു കൂട്ടി ഇട്ടിരുന്നതാ, ഇനി ഗംഗയ്ക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് പറയാം. ഏയ്, എനിക്കതൊന്നും വേണ്ട എന്നിങ്ങനെ പറയാണ് കേട്ടോ. അവരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം നവീനകത്തേക്ക് കയറി വരിക. അപ്പോൾ നവീനെ കാണുമ്പോൾ വിനീത് പറയും, എടാ നീ എന്നെ വിളിച്ചായിരുന്നല്ലേ? ഞാൻ 2 തവണ നിന്നെ തിരിച്ചു വിളിക്കാൻ നോക്കി, പക്ഷെ റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ തയ്ക്കാൻ കുറച്ചുണ്ടായിരുന്നു, ഈ തിരക്കൊന്ന് ഒഴുകിയിട്ട് നിന്നെ സമാധാനത്തോടെ വിളിക്കാമെന്ന് കരുതി. അത് സാരമില്ലടാ, ഞാനൊരു കാര്യം പറയാനായിട്ട് വന്നതായിരുന്നു. അപ്പോഴാ കാവേരി അവിടെ നിൽക്കുന്നത് നവീന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പം നവീൻ കാവേരി തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എടാ നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നപ്പം വിനീത് വിളിക്കൂട്ടോ തട്ടി. എടാ, അത് പിന്നെ ഞങ്ങളുടെ റിസോർട്ടില്ലേ, അവിടെ ഇന്നൊരു ഡാൻസ് പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു ടൂറിസ്റ്റുകൾക്ക് കാണാനായിട്ട്. പക്ഷേ ഡാൻസ് കളിക്കാൻ നേറ്റ ആ കുട്ടിയുടെ അടുത്ത ബന്ധത്തിൽ ഒരാൾ മരിച്ചുപോയി, അതുകൊണ്ട് ആ കുട്ടിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല. നിന്റെ പരിചയത്തിൽ ആരെങ്കിലും നന്നായിട്ട് ഡാൻസ് അറിയാവുന്നവരുണ്ടോ എന്ന് ചോദിക്കേ. അപ്പോൾ പെട്ടെന്ന് വിനീത് പറയും, അതിനല്ലേ ഇവിടെ കാവേരി നിൽക്കുന്നത്, ഇവള് നല്ല ഡാൻസർ ആണല്ലോ, ഇവളെ കൊണ്ട് കളിപ്പിക്കുക എന്ന് പറയേ. അതെയോ, കാവേരി ഡാൻസുകാരിയാണോ? ഞാനത് അറിഞ്ഞില്ലല്ലോ, എന്നാൽ കാവേരിയെ വിളിക്കാം എന്ന് പറഞ്ഞ് കാവേരിയുടെ അടുത്തേക്ക് ചെല്ലേ. അപ്പോൾ കാവേരി പറയും, എടോ, തൻ്റെ ആ പൊട്ട റിസോർട്ടിൽ കളിക്കാനുള്ളതാണോ ഞാൻ? അങ്ങനെ ആപ്പി ഉപ്പ സ്ഥലത്തുനിന്ന് വന്ന് നൃത്തം ചെയ്യാനേ ഈ കാവേരിനെ കിട്ടില്ല എന്നും പറഞ്ഞ് കാവേരി ഉടക്കാനായിട്ട് നിൽക്കൂട്ടോ. അപ്പം പെട്ടെന്ന് വിനീത് പറയും, എൻ്റെ നവീനെ, ഞാനൊരു കോമഡി പറഞ്ഞതാ, ഇവക്ക് ഡാൻസ് ഒന്നും അറിയത്തില്ല എന്ന് പെട്ടെന്ന് പറയും. ഓ, ചുമ്മാ പറഞ്ഞതായിരുന്നോ? ഞാൻ കരുതി നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാണെന്ന്. ദേ വിനീതേട്ടാ, ഞാൻ ഇറങ്ങാം എന്നപ്പോഴത്തേക്കും പെട്ടെന്ന് കാവേരി പറയുമോ, അല്ല കാവേരി, നീ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് വന്നതാണോ? ഒന്നുമില്ലാതെ നീ ഇങ്ങോട്ട് വരില്ലെന്ന് എനിക്കറിയാം, ഒരു കാര്യം പറയാനായിട്ട് തന്നെ വന്നതാ. അതെ വിനീതേട്ടാ, ഇവിടെ വെച്ചിരിക്കുന്ന ഗംഗ ചേച്ചിയുടെ ചിത്രങ്ങളൊക്കെ മായ്ക്കണം. ഇനിയും അത് ഇവിടെ വെച്ചിരിക്കുന്നത് ശരിയാണെന്ന് വിനീതേട്ടന് തോന്നുന്നുണ്ടോ? മോളെ, അതെങ്കിലും ഇവിടെ ഇരുന്നോട്ടെ, അതുകൂടി ഇല്ലാതെ ഞാൻ എങ്ങനെയാ മുന്നോട്ട് ജീവിക്കുക? വിനീതേട്ടാ, എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു. ആ ഫോട്ടോകൾ വിനീതേട്ടൻ എടുത്ത് മാറ്റുന്നത് തന്നെയല്ലേ നല്ലത്. ഇനി വിനീതേട്ടൻ്റെ ഇഷ്ടം എന്നും പറഞ്ഞിട്ട് കാവേരി അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. അതേസമയം ജയബാലന്റെ വീട്ടിൽ രാജേശ്വരി വന്നിരിക്കാം. വേറൊന്നിനുമല്ല, കാവേരിയെ പറ്റി സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് പറയും, ആ പെണ്ണുണ്ടല്ലോ, തലതെറിച്ചൊരു പെണ്ണ്, ഇന്ന് റിസോർട്ടിൽ വന്ന് എന്തൊക്കെ അസമത്വങ്ങളെ വിളിച്ചു പറഞ്ഞെന്നറിയാവോ? ഞാൻ എൻ്റെ സ്റ്റാഫിനെ തല്ലേന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാനായിരുന്നു വന്നിരിക്കുന്നത്. ഇതേ ജയബാലേട്ടൻ്റെ അടുത്ത കൂട്ടുകാരനല്ലേ അരവിന്ദേട്ടൻ, അരവിന്ദേട്ടനോട് പറഞ്ഞ് ആ പെണ്ണിനൊരു മൂക്കുകാർ ഇട്ടണം, അല്ലെങ്കിൽ നാട്ടുകാരുടെ തല്ലുകൊണ്ടായിരിക്കും അത് ചാകുന്നത് എന്ന് പറയും. ദേ, നീ ആവശ്യമില്ലാത്ത എന്തിനാ അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പോകുന്നത് എന്ന് രാജേശ്വരിയോട് ചോദിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളോ? ഓരോ തവണയും ആ പെണ്ണ എൻ്റെ അടുത്തോട്ട് മെക്കിട്ട് കയറാൻ വരുന്നത്, അതിനെ അടക്കി ഒതുക്കി നിർത്തിക്കോണം, അത് പറയാനാ കൂടെയാണ് ഞാൻ വന്നത്. ആ വീട്ടുകാരുമായിട്ടൊന്നും ഇനി ജയബാലേട്ടൻ കൂടുതൽ അടുപ്പത്തിന് പോവണ്ട, അത് നീയാണോ തീരുമാനിക്കുന്നത്? അവരിവിടെ വന്നപ്പം നിന്റെ പെരുമാറ്റം കാരണോ ആ പെൺകുട്ടി അങ്ങനെയൊക്കെ സംസാരിച്ചത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ന്യായവും ഇല്ലാത്ത കാര്യത്തിനൊന്നും കാവേരി ഇറങ്ങി തിരിക്കില്ലെന്ന് അവളെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പോഴും നിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും, അതായിരിക്കും അവൾ ചോദിക്കാൻ വന്നത് എന്ന് പറയേ. ഓ,
ജയപാലനേട്ടന് എന്നെക്കാളും താല്പര്യം അരവിന്ദേട്ടനോടും കുടുംബത്തോടും ആണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി കൂടപ്പറപ്പാണെന്നും പറഞ്ഞ് ഈ വീട്ടിലേക്ക് കയറി ഞാൻ വരത്തില്ല എന്നും പറഞ്ഞ് രാജേശ്വരി അവിടെ നിന്ന് പിണങ്ങി പോവാണ് കേട്ടോ. അത് കാണുമ്പം ജയപാലന്റെ ഭാര്യയ്ക്ക് സങ്കടം വരിക. ഏട്ടൻ എന്ത് പ്രവൃത്തിയായി ചെയ്തത്? ആകെ നമുക്ക് സ്വന്തമെന്ന് പറയാൻ രാജേശ്വരി മാത്രമേ ഉള്ളൂ. അവളെ എന്തിനാ പിണക്കി അയച്ചത്? ഞാൻ അവളെ പിണക്കി അയച്ചെന്നാണോ നീ പറയുന്നത്? കാര്യം പറഞ്ഞതല്ലേ. അരവിന്ദനും എനിക്ക് അതുപോലെ തന്നെയാ. അരവിന്ദേട്ടനും നിങ്ങൾക്ക് അടുത്ത സ്നേഹമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് അതിലും വലിയ ബന്ധമല്ലേ, രക്തബന്ധമല്ലേ. ജയപാലേട്ടന്റെ സ്വന്തം രക്തമാ രാജേശ്വരി, അത് മറക്കരുത്. മറ്റുള്ളവർക്ക് വേണ്ടി അവളെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് അത്ര നല്ല സ്വഭാവമൊന്നും അല്ല. ഇത് കുറെ ഡിസൈൻസ് ഞാൻ നിനക്ക് അയച്ചു തന്നിട്ടുണ്ട്. നാളെ ഗംഗയ്ക്ക് ആഭരണം എടുക്കാൻ പോവാ. നീ സെലക്ഷൻ നോക്ക്, അല്ലാതെ ആവശ്യമില്ലാത്ത ചിന്തിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കൂടുതൽ പ്രശ്നമാവുള്ളൂ എന്ന് പറഞ്ഞ് ഭാര്യനെ അവിടുന്ന് പറഞ്ഞു വിടും കേട്ടോ. അതേസമയം കാവേരി വീട്ടിൽ ചെല്ലുമ്പം നമ്മുടെ യമുനയും നിളയും കൂടി അവരുടെ കുടുക്കിയൊക്കെ പൊട്ടിക്ക് പൈസയൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ്. ഇതെന്താ ഇവിടെ പരിപാടി രണ്ടുപേരും കൂടെ? അതോ ഞങ്ങളെ ഗംഗേച്ചിക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ഞങ്ങളുടെ സമ്പാദ്യമൊക്കെ എടുക്കുക. നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ കാശൊക്കെ? അത് ഞങ്ങൾക്ക് വിഷുവിന് കിട്ടിയ പൈസയും അതുപോലെ അച്ഛൻ ഇടയ്ക്ക് തരുന്ന കാശും അമ്മ തരുന്നതും ഒക്കെ സൂക്ഷിച്ച പൈസ ഇതിലുണ്ട് എന്ന് പറയാ. വിഷുവിന് കൈനീട്ടം കിട്ടിയ കാശോ? അതൊക്കെ നിങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുക. പിന്നല്ലാതെ ഞങ്ങൾക്ക് വേറെ ചെലവുകളൊന്നും ഇല്ലല്ലോ, അതൊക്കെ സൂക്ഷിച്ചു വെച്ചു. അതെല്ലാം ഉപയോഗിച്ച് ഞങ്ങൾ ഗംഗേച്ചിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോവാ. അതിനു വേണ്ടിയിട്ടാ. അല്ല, കാവേരിച്ച് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കാൻ പോകുന്നത് എന്ന് നിള ചോദിക്കും. ഗിഫ്റ്റോ? അതിന് എൻ്റെ കൈ കാശൊന്നും ഇല്ലല്ലോ. കാശില്ലെന്നോ? കാവേരിച്ചിക്ക് കിട്ടിയ കൈനീട്ടം പൈസയൊക്കെ എന്തേ? അതൊക്കെ ഞാനെടുത്ത് ചെലവാക്കിയ. എന്ത് മേടിച്ചു എന്നപ്പോൾ യമുന ചോദിക്കും. ഞാൻ അതിനൊരു ചുരിദാർ മേടിച്ചു. ചുരിദാറോ? ഏത് ചുരിദാർ? അതാ യെല്ലോയിൽ ബ്ലൂ ബോർഡറുള്ള ചുരിദാർ. ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് നിള ചോദിക്കും. ഓണത്തിന് ഞാൻ അതല്ലേ ഇട്ടത്. എന്നാൽ അയ്യോ ഇട്ടുപോയോ? അല്ലെങ്കിൽ ആ ചുരിദാർ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ മേലായിരുന്നോ എന്ന് പറയേ. അപ്പം യമുന പറയും, മോശമായി പോയി. കാവേരിച്ച് ഗംഗേച്ചിക്ക് ഒരു ഗിഫ്റ്റും കൊടുത്തില്ലേ, പിന്നെ അനിയത്തി എന്ന് പറയുന്നതിലൊക്കെ എന്താ ഒരു കാര്യമുള്ളത്? ഞങ്ങൾ രണ്ടും കൂടി ഗിഫ്റ്റ് കൊടുക്കാൻ പോവാ എന്ന് പറയാം. അപ്പം നിങ്ങൾ എന്ത് ഗിഫ്റ്റാണ് കൊടുക്കാൻ പോകുന്നേ? അപ്പം യമുന പറയും, നമുക്ക് ജീൻസും ടോപ്പൊക്കെ മേടിച്ചു കൊടുത്താലോ? അപ്പം നിള പറയും, അതൊന്നും ഗംഗേച്ചി ഇടാൻ പോകുന്നില്ല. ചിലപ്പം ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞ് ഇടുമായിരിക്കും. പക്ഷേ ഈ നാട്ടിൽ കൂടി അതൊന്നും ഇട്ടുകൊണ്ട് നടക്കാൻ ഗംഗേച്ചിയെ കിട്ടത്തില്ല. നമുക്ക് വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം എന്ന് നിള പറയും. നമുക്കേ ഗംഗേച്ചിക്ക് ഇയർപോഡ്സ് മേടിച്ചു കൊടുക്കാം. അതാകുമ്പം പാട്ട് കേൾക്കുമ്പോഴൊക്കെ നമ്മളെ ഓർമ്മയും വരും. അപ്പോൾ യമുന പറയും, അത് നല്ല ഐഡിയ ആണ്. നമ്മളെ എപ്പോഴും ഓർക്കുകയും ചെയ്യും അത് കാണുമ്പോഴൊക്കെ. ഇയർപോഡ്സ് തന്നെ മേടിച്ചു കൊടുക്കാം. അപ്പോൾ കാവേരി പറയും, നിങ്ങൾ ഇതിൽ നിന്ന് കുറച്ച് ക്യാഷ് എനിക്കും തരുമോ? ഞാനും എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കട്ടെ. അയ്യയുടെ മോളെ, ഈ കാശ് മോക്ക് തരുമെന്ന് കരുതിയേ വേണ്ട. ഇത് ഞങ്ങൾ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെച്ച പൈസയാണ്. മോൾ എവിടുന്നെങ്കിലും കാശുണ്ടാക്കി ഗംഗേച്ചിക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുക എന്ന് യമുന പറയും. അല്ലെങ്കിൽ പിന്നെ കാവേരി ചേച്ചി എന്ത് അനിയത്തിയാ, ബന്ധത്തിനൊന്നും ഒരു വിലയില്ലാത്ത ആളാന്ന് കരുതില്ലേ? അതുകൊണ്ട് കാവേരിച്ച് എന്തേലും ഗിഫ്റ്റ് മേടിച്ച് കൊടുത്തേ പറ്റൂ എന്ന് യമുന പറയൂ കേട്ടോ. അത് കേൾക്കുമ്പം കാവേരി പറയും, ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ച് കൊടുത്തോളാം. അപ്പോൾ കാശ് എവിടുന്ന? അച്ഛനോട് മേടിക്കുമായിരിക്കും അല്ലേ എന്ന് യമുന ചോദിക്കും. അതൊന്നും നീ അറിയണ്ട, അച്ഛനോട് കാശ് മേടിക്കാൻ പറ്റില്ല, അത് ഫൗളാണേ എന്ന് നിളയും പറയും. ഞങ്ങൾ രണ്ടുപേരും ശേഖരിച്ച് വെച്ച് കാശ് വെച്ചിട്ടല്ലേ ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുന്നത്. അപ്പം ഈസി ആയിട്ട് കാവേരി ചേച്ചി മാത്രം അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ഗിഫ്റ്റ് മേടിച്ച് കൊടുത്താലേ അത് ഫൗള് തന്നെയാണ്. വേണ്ട, അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിക്കുന്നില്ല, ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചോളാം എന്ന് അപ്പം കാവേരി പറയും കേട്ടോ. ചെല്ല് ഇപ്പം കിട്ടും എന്ന് അന്നേരം പെട്ടെന്ന് അത് കേൾക്കുന്ന യമുന പറയുവേ. അപ്പം കാവേരി ചാടിത്തുള്ളി അമ്മയുടെ അടുത്തേക്ക് പോവാ. എന്നാലും യമുനേച്ചി ഒരു വലിയ ചതിയാ ചെയ്തത്. കാവേരി ചേച്ചിക്ക് നൈസായിട്ട് കാര്യം സാധിക്കാൻ ഒരു വഴി ഉണ്ടാക്കി കൊടുത്തിരിക്കുകയല്ലേ എന്ന് നിള പറയേ. അമ്മയുടെ കയ്യിൽ നിന്നല്ലേ ഇപ്പം കിട്ടും കാശ്, നോക്കിയിരുന്നാൽ മതി. ഒന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ അമ്മയെ 10 പൈസ കൊടുക്കത്തില്ല. അതേസമയം ഗംഗയും ശാരദയും കൂടി പാത്രങ്ങളൊക്കെ എടുക്കുകയും മാറ്റുമൊക്കെ നോക്കും. ഇത് ഉച്ചക്കത്തെ പാത്രം ഈ ടേബിളിൽ ഇരിക്കുന്നത്, ഇതെടുത്ത് മാറ്റണം, ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല എന്നും പറഞ്ഞാൽ ഗംഗയുടെ കയ്യിലോട്ട് ആ പാത്രം കൊടുക്കുക. അപ്പോൾ കാവേരി അങ്ങോട്ട് വരുവേ. രാത്രി എന്താ അമ്മേ കഴിക്കാൻ? മഹാറാണി വന്ന് ഊര് തണ്ടിയിട്ട് ഇവിടെ വെച്ചിരുന്ന ആ പാത്രം എടുത്ത് അപ്പുറം കൊണ്ട് വെക്കാൻ നിനക്ക് പറ്റത്തില്ലേ? അതിന് അടുക്കള നിങ്ങളുടെ രണ്ടുപേരെയും മുട്ടിയിട്ട് നടക്കാൻ സ്ഥലം വേണ്ടേ? സ്പേസ് അമ്മേ, സ്പേസ്, നടക്കാനുള്ള സ്ഥലം എന്നും പറഞ്ഞു. സ്പേസ് അവളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ നിന്നെ അടുക്കള കണ്ടില്ലെങ്കിൽ നിന്റെ തൊടയടിച്ച് ഞാൻ പൊട്ടിക്കും. അച്ഛാ, ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും എന്ന് കാവേരി പറയും. കല്യാണം നടത്തിയിട്ട് അച്ഛനങ്ങോട്ട് പോവും, പിന്നെ നീയേ എൻ്റെ അടുത്താ ഉണ്ടാവുക, അത് ഓർമ്മ വേണം എന്നപ്പം പെട്ടെന്ന് കാവേരി പറയും, കഴിക്കാൻ എന്താ ഗംഗേച്ചി? അല്ല ചൂട് ചപ്പാത്തിയും കറിയും എന്ന് ഗംഗ പറയും. ചപ്പാത്തിയാണോ? എനിക്കെങ്ങും വേണ്ട. അയ്യോ, മേഡത്തിനുള്ള ബിരിയാണി അടുക്കള മൂടി വെച്ചിട്ടുണ്ട് എന്ന് ശാരദ പറയും. അമ്മയുടെ ഈ കോമഡി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ കോമഡി പറഞ്ഞാലേ ആയുസ് കൂടുന്ന, അമ്മയുടെ ആയുസ് കൂടിക്കൊണ്ടിരിക്കുമോ? അമ്മേ, അവിടെ കാശുണ്ടോ?
കാശോ ഇപ്പം തരാലോ, എൻ്റെ മോക്ക് എത്ര രൂപയാണ് വേണ്ടേ, എത്രയാണല്ലോ അമ്മ തരാലോ. ആ നിൽക്കട്ടോ, ഇപ്പം എടുത്തോണ്ട് വരാം, അമ്മയുടെ കയ്യിലുള്ള കാശ് മുഴുവൻ തരാം. നിനക്ക് എന്തായാലും ഭാഗ്യമുണ്ട് കാവേരി, ഞാൻ അമ്മയോട് എനിക്ക് ഇച്ചിരി കാശ് തരുമോ, എനിക്കൊരു ഒട്ടിയാനോ നെറ്റിച്ചുറ്റി മേടിക്കാനോന്ന് പറഞ്ഞപ്പം അമ്മ സമ്മതിച്ചില്ല. അതൊക്കെ അമിത ചെലവാ, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അല്ല ചേച്ചി, അത് ഒരു ദിവസത്തേക്ക് ഇടാനായിട്ട് എന്തിനാ, വാടകയ്ക്ക് എടുത്താൽ പോരെ എന്ന് കാവേരി ചോദിക്കും. എടി വീണ്ടും ഫങ്ഷൻസിനൊക്കെ നമുക്ക് ഇടാലോ, സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതല്ലേ നല്ലത് എന്ന് പറയും. ഗംഗേച്ചിക്ക് ഭാഗ്യമില്ല, പക്ഷെ എനിക്കുണ്ട്, അതുകൊണ്ടല്ലേ അമ്മ എനിക്ക് കാശ് തരാമെന്ന് പറഞ്ഞത്. ഞാൻ എന്തായാലും അതിനൊരു സാധനം മേടിക്കാനേ ഇരിക്കുന്നേ എന്ന് പറയേ. പെട്ടെന്നൊരു 10 രൂപ എടുത്തോണ്ട് ശാരദ അങ്ങോട്ട് വരാം. ഇന്ന് എൻ്റെ മോക്ക് കാശ്, ഇതെന്താ അമ്മേ, എനിക്ക് ഈ കാശ് പോരാ, എനിക്ക് വലിയ കാശ് വേണം. ആഹാ, ഇത് നോട്ടല്ലേ, മോൾ ഉപയോഗിച്ചോ, സൂക്ഷിച്ച് ചെലവാക്കണം കേട്ടോ എന്ന് പറയും കേട്ടോ. അമ്മ എന്നെ കളിയാക്കല്ലേ, നിനക്ക് എന്തിനാടി ഇപ്പൊ കാശ്. അമ്മേ, അതെനിക്കൊരു ആവശ്യത്തിനാണ്, ഞാൻ കഷ്ടപ്പെട്ട് വഴുക്കുമരം കയറി ഉണ്ടാക്കി 10,000 രൂപയും വാഴക്കൊലയും അമ്മയുടെ കയ്യിലല്ലേ കൊണ്ടു തന്നെ, അതിൽ നിന്നൊരു 5,000 രൂപ ഇങ്ങോട്ട് എടുക്കുക. അയ്യോ, എൻ്റെ മോൾ അറിഞ്ഞില്ലായിരുന്നോ, ആ 10,000 രൂപ എടുത്തല്ലേ നിന്റെ ചേച്ചിയുടെ കല്യാണം നടത്തുന്നേ, ബാക്കിയുള്ള രൂപ കൊണ്ട് നിങ്ങളുടെ 3 പേരുടെയും പേരിൽ ഡെപ്പോസിറ്റ് ഇടാന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നേ. എന്താ മതിയോ, ദേ കൊച്ചെ കളിക്കരുത് കേട്ടോ, നീ നിന്റെ കാര്യം നോക്കിക്കോ. കാശും ചോദിച്ച് അവൾ വന്നിരിക്കുന്നു. ആ പാവ മനുഷ്യൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുക ഈ കല്യാണം ഒന്ന് നന്നായിട്ട് നടത്താൻ. അപ്പോഴേ അവൾമാരുടെ ഒരു അമിത ചെലവ്, ദേ പൊയ്ക്കോണേ എൻ്റെ മുന്നീന്ന് എന്ന് പറഞ്ഞിട്ട് ശാരദ എങ്ങോട്ട് പോവാ. ഇതെല്ലാം യമുനയും നിളയും കാണുന്നുണ്ട് കേട്ടോ. അവർക്കത് കാണുമ്പോൾ ചിരി വരുവേ. അപ്പം പെട്ടെന്ന് അവർ വരുന്ന കാണുമ്പോഴത്തേക്കും അവർ പറയും, കാശ് കിട്ടിയോ ചേച്ചി. കുന്തം കിട്ടി. അല്ല, ഞാനേ ചേച്ചിക്ക് എന്ത് ഗിഫ്റ്റാണ് മേടിച്ചു കൊടുക്കണ്ടേന്ന് തീരുമാനിച്ചു. എന്ത് ഗിഫ്റ്റാ, ഒട്ടിയാനോ നെറ്റിച്ചുട്ടിയും, അതിനൊക്കെ ഒരുപാട് കാശാവില്ലേ, അതിനുള്ള കാശ് ചേച്ചിയുടെ കയ്യിലുണ്ടോ. അതൊക്കെ ഉണ്ട്, ഞാൻ അതേ ഉണ്ടാക്കിക്കോളാം. അമ്മ കാശ് തന്നോ ചേച്ചിക്ക്. ദേ അമ്മ തന്നത് ഈ 10 രൂപയാ, പക്ഷേ ഞാൻ അതിനുള്ള വഴി കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞ് കാവേരി അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. അതേസമയം നിശ്ചയത്തിനായിട്ട് പന്തൽ കെട്ടുന്ന ആൾക്കാരും ഓർക്കസ്ട്രയുടെ ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ടേ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മുത്തശ്ശിക്ക് അങ്ങോട്ട് ദേഷ്യം വരും. അഹോ, എൻ്റെ മോളും കൊച്ചുമോനും അവിടെ വേദനിപ്പിക്കുമ്പം ഇവരെല്ലാവരും സന്തോഷത്തോടെ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പാട്ടൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശാരദ വന്ന് പറയും, നല്ല അടിപൊളി പാട്ട് തന്നെ വേണം, ഇന്ന് തന്നെ ഇതൊക്കെ വേണമെന്നാണ് അരവിന്ദേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് മുത്തശ്ശി വന്ന് ചോദിക്കും, ഇതൊക്കെ എന്താ ഇവിടെ പാട്ടും കൂത്തും പേക്കൂത്തും ഒക്കെ ആയിട്ടാണോ ഫംഗ്ഷൻ നടത്തുന്നത് എന്ന് ചോദിക്കും. പാട്ടൊക്കെ അമ്മയ്ക്കും ഇഷ്ടമല്ലേ, അമ്മ ഇതൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് എന്നും പറഞ്ഞിട്ട് ശാരദ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക, ഒരു എൻജോയ്മെൻറ്റ്. അതേസമയം നമ്മുടെ കാവേരി നിളേനെ ഒരുക്കിക്കൊണ്ട് വരിക. അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകണോ അമ്മേ, ഇന്ന് പോകണം, നാളെ തൊട്ട് നീ ലീവ് എടുത്തോ എന്ന് ശാരദ പറയാണ് കേട്ടോ. അങ്ങനെ കാവേരി നമ്മുടെ നിളേനയായിട്ട് സ്കൂളിലേക്കും പോവാണ്. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ പണികൾ കൊടുക്കാനായിട്ട് നോക്കി മുത്തശ്ശിയും നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.